Hi dear students, good morning to all. ഇത് എൻ്റെ തേർഡ് സെഷൻ ആണ്. തേർഡ് സെഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനു മുമ്പ് ഞാൻ 2 സെഷൻസ് അപ്ലോഡ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ CST 203 കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ലോജിക് സിസ്റ്റം ഡിസൈൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നടക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ചെയ്തിരുന്നത് മൊഡ്യൂൾ 1ന്റെ അനാലിസിസ് ആണ് ചെയ്തിരുന്നത്. മൊഡ്യൂൾ 1ൽ നിങ്ങൾക്കറിയാം ബൈനറി ഡെസിമൽ ഇതിലെല്ലാം ഞാൻ 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്തത്. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ ഏതൊക്കെ കോമൺ ഫാക്ടേഴ്സ് വരുന്നു അത് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത എക്സാമിലേക്ക് ജനുവരിയിൽ വരുന്ന നിങ്ങളുടെ അടുത്ത എക്സാമിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സെക്കൻഡ് വീഡിയോയിൽ മൊഡ്യൂൾ 2ലും മൊഡ്യൂൾ 3യും ആണ് അനാലിസിസ് ചെയ്തത്. മൊഡ്യൂൾ 1ൽ നമുക്കറിയാവുന്ന പോലെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മൊഡ്യൂൾ 2ലും ഉണ്ട്. പക്ഷേ ഒരു ഫിക്സഡ് ഏരിയയിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മൊഡ്യൂൾ 3ൽ ഞാൻ അവിടെ പറഞ്ഞിരുന്ന പോലെ നമുക്ക് ജനറൽ ആയിട്ടുള്ള മക്സ് ഡിമക്സ് ആഡർ ഇതെല്ലാം പഠിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ വലിയ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ അതെല്ലാം ജനറലൈസ്ഡ് ആണ്. അതാണ് നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസിൽ പ്രിപ്പയർ ചെയ്തത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ആൻഡ് മൊഡ്യൂൾ 5 നിങ്ങൾക്ക് തന്നെ കാണാം. മൊഡ്യൂൾ 4ലും മൊഡ്യൂൾ 5ലും മെയിൻ ആയിട്ട് എന്തൊക്കെയുള്ളത്? സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ഉണ്ട്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സ് SR, JK, T ആൻഡ് D അല്ലെ, അതിന്റെ ട്രിഗറിങ് എങ്ങനെയാണ്, അതുപോലെ അതിന്റെ സ്പെഷ്യൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് മാസ്റ്റർ സ്ലേവ്, എഡ്ജ് ട്രിഗർഡ്, അതുപോലെ അതിന്റെ എക്സൈറ്റേഷൻ ടേബിൾ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ്, ഇതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് ഏതാണ്? നമ്മുടെ രജിസ്റ്റേഴ്സ് അല്ലെ. രജിസ്റ്ററിൽ പാരലൽ ലോഡ് ആണ് വരുന്നത്. പിന്നെ കൗണ്ടർ ഡിസൈൻസ് നമ്മുടെ ലോജിക് സർക്യൂട്ട്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ. അസിൻക്രണസും ഉണ്ട്, സിൻക്രണസ് കൗണ്ടേഴ്സും ഉണ്ട്. അത് രണ്ടും. പിന്നെ ഉള്ളത് മൊഡ്യൂൾ 5 എന്തൊക്കെയുള്ളത്? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ, പാരലൽ ഔട്ട്, അങ്ങനെ ബൈഡയറക്ഷണൽ, ഇങ്ങനെയുള്ള ടോപ്പിക്സ്. പിന്നെ ഉള്ളത് എന്താ? അൽഗോരിതം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു പുതിയ ടോപ്പിക് ആയിട്ട് വന്നിരിക്കുന്നതാണ് അല്ലെ. പിന്നെ നമുക്ക് വരുന്നത് പ്രോഗ്രാം ഓൺ ലോജിക് ഡിവൈസ് PLA എന്നുള്ളതാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4ന്റെ മൊഡ്യൂൾ 5ന്റെ ജനറൽ അനാലിസിസ് ആയിട്ട് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതില് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് പോലെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഒന്നും ചോദിക്കാനില്ല അല്ലെ. നമുക്ക് ജനറൽ ആയിട്ട് എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഏതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അല്ലെങ്കിൽ ഏതാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്, അല്ലെങ്കിൽ കൗണ്ടർ എന്താണ് എന്നുള്ളത് മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒത്തിരി വാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ചോദിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനാലിസിസ് ചെയ്തതിനു ശേഷം നമ്മുടെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് നമ്മുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇതുവരെയാണ് നമ്മുടെ മൊഡ്യൂൾ 4 നിൽക്കുന്നത്. അടുത്ത മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 നിൽക്കുന്ന. അടുത്ത മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. സ്പെസിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കേ. 3 മാർക്കിന്റെ ആണ് അല്ലെ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കറിയാലോ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെ. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്കറിയാം ഇവിടെ നമുക്ക് അതിൻ്റെ അകത്ത് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ അറിയാലോ. എന്താണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് അവിടെ ചെയ്യേണ്ട? ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ആദ്യം എഴുതണം അല്ലെ. 00000 SR വരുമ്പോൾ എന്താണ് അതിന്റെ വാല്യൂസ്? QN എന്താണ്? QN പ്ലസ് 1 എന്താണ്? 01 വരുമ്പോൾ QN 1 എന്താണ്? 0 എന്താണ്? 10 വരുമ്പോൾ എന്താണ്? 11 വരുമ്പോൾ എന്താ? ഈ കേസസ് വാലിഡ് ആണ് എന്നുള്ളത് ക്യാരക്ടറിസ്റ്റിക് ടേബിളും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ഇവിടെ S എന്താ R എന്താന്നുള്ളൊരു ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞതിന് ശേഷം ഈ ടേബിളും അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും സോൾവ് ചെയ്താൽ മാത്രം മതി. ഇതിനാണ് നമുക്ക് 3 മാർക്ക് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടിനും കൂടെയാണ് നമുക്ക് എത്ര സിമ്പിൾ ആയിട്ട് ഇപ്പം ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം 3 മാർക്കിന് നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ചോദിക്കാം അല്ലെ. SR, D, T ഏത് വേണേലും നമുക്ക് ചോദിക്കാൻ പറ്റും. JK വേണേലും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിളും ഇക്വേഷനും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിൻക്രണസ് കൗണ്ടർ ആൻഡ് അസിൻക്രണസ് കൗണ്ടർ. ഗീവ് ദ എക്സാമ്പിൾസ്. അത് ജനറൽ ആയിട്ടുള്ളൊരു എക്സാമ്പിളും വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഏതൊക്കെ രീതി ഡിഫറൻസ് ചെയ്യാം? ക്ലോക്കിങ്ങിന്റെ ഉണ്ട്, അതുപോലെ തന്നെ ക്ലോക്കിംഗ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, അതുപോലെ ഡിസൈൻ കോംപ്ലക്സിറ്റി, പെർഫോമൻസ്, യൂസേജ്, എക്സാമ്പിൾ ആപ്ലിക്കേഷൻസ്. ഇത് ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്താ? ക്ലോക്കിംഗ്. നമുക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സിൻക്രണസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സെയിം ക്ലോക്ക് പൾസ് തന്നെ ഓരോന്നിലും കൊടുക്കുന്നത് അല്ലെ. പക്ഷെ അസിൻക്രണസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും പ്രീവിയസ് വൺ വെച്ചിട്ടാണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത് ആണല്ലോ. നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാലോ, സിൻക്രണസും അസിൻക്രണസും. സ്പീഡ്
ഫാസ്റ്റർ ആണ്. ഏതിനെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ സൈമൾട്ടേനിയസ് ക്ലോക്ക് കൊടുക്കുന്നുണ്ട്, ഫാസ്റ്റർ ആണ്. പക്ഷേ അസിൻക്രണസിൽ എന്താ, റിപ്പിൾ എഫക്റ്റ് ഉണ്ട് അല്ലെ. ഒന്നിൽ നിന്നാണ് മറ്റേതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നിന്റെ ഔട്ട്പുട്ട് ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം മറ്റത് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഇച്ചിരി സ്ലോവർ ആണ്. കോംപ്ലക്സിറ്റി, അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോ, ഇപ്പൊ ഞാനിവിടെ ഒരു 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് എഴുതാം. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിൻക്രണസ് ആൻഡ് അസിൻക്രണസ് കൗണ്ടർ. ഇതാണ് നമുക്ക് എന്ത് ചോദിച്ചിരിക്കുന്നത്, 3 മാർക്സിന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് 3 മാർക്സിന്റെ മൊഡ്യൂൾ 3 എന്ന് ചോദിച്ചിരിക്കുന്നത്. സോറി, മൊഡ്യൂൾ 4 എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ പാർട്ട് ബി ഒന്ന് നോക്കിയാലോ. പാർട്ട് ബി മൊഡ്യൂൾ 3, സോറി മൊഡ്യൂൾ 4. പാർട്ട് ബി മൊഡ്യൂൾ 4 ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് പാർട്ട് എ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ ഏതിലേക്കാണ്, മൊഡ്യൂൾ 4ന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ പഠിച്ചത്. സ്പെസിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് ടേബിളും പറഞ്ഞു, അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിൻക്രണസ് ആൻഡ് അസിൻക്രണസ് കൗണ്ടറും പറഞ്ഞു. അപ്പൊ അതിനുശേഷം നിങ്ങൾ തന്നെ നോക്കിക്കേ, ഡിസൈൻ എ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ, മൊഡ്യൂൾ 5 വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, ഡിസൈൻ എ 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ യൂസിങ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ട, ഡിസൈൻ എ 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ യൂസിങ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, ഡിസ്ക്രൈബ് എ റീഡ് ഓൺലി മെമ്മറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്ലോക്ക് ഡയഗ്രാം. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു, നമ്മുടെ മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഷിഫ്റ്റ് രജിസ്റ്റർ ചോദിച്ചിട്ടുണ്ടാവും, അതിന്റെ അകത്ത് രജിസ്റ്ററും ചോദിക്കാം, PLA അല്ലെ. അതെന്ത് ജനറൽ ആയിട്ട് അവർ ചോദിക്കുന്നു നോക്കിയാൽ 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ട്, റീഡ് ഓൺലി മെമ്മറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്ലോക്ക് ഡയഗ്രാം. അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോ പഠിച്ചത് വെച്ച് നമുക്ക് എഴുതാം, ഡിസൈൻ എ 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ ആണല്ലോ. ഡിസൈൻ എ 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ നോക്കിക്കേ, അതിൻ്റെ അകത്തൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാനുള്ളത്. 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെക്കണം അല്ലെ. അപ്പൊ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ക്ലോക്ക് സെയിം ആയിട്ട് കൊടുക്കുന്നു. ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്തതിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുക. അതാണ് ഒരു സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഡി 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ. ജസ്റ്റ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് അതിന്റെ ഒരു ജസ്റ്റ് എക്സ്പ്ലനേഷൻ, ഇതിന്റെ അകത്ത് ഡി എന്താണ്, ഇൻപുട്ട് എങ്ങനെ കൊടുക്കുന്നു, ഔട്ട്പുട്ട് എങ്ങനെ കൊടുക്കുന്നു, ക്ലോക്ക് എങ്ങനെ എന്നുള്ളൊരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും മാത്രമേ ഉള്ളൂ, കാരണം അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആ ബ്ലോക്ക് ഡയഗ്രാമത്തിന് തന്നെ നമുക്ക് കിട്ടും 1.5 മാർക്ക്. പിന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, ഇത് മാത്രമേ നമുക്ക് അവിടെ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഡിസ്ക്രൈബ് റീഡ് ഓൺലി മെമ്മറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്ലോക്ക് ഡയഗ്രാം. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, റോം അല്ലെ. റോം റീഡ് ഓൺലി മെമ്മറി, അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട എന്താണ്, അതിന്റെ അകത്ത് റൈറ്റിംഗ് കേപ്പബിലിറ്റി ഇല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. അതുപോലെ തന്നെ റാമിന്റെ ആയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രം മതി. പിന്നെ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം യൂസ് ചെയ്ത് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഇതാണ് നമ്മുടെ 3 മാർക്സിന്റെ 4 ക്വസ്റ്റ്യൻസ്. പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ നോക്കിക്കേ. പാർട്ട് എയിലുള്ള 3 മാർക്സിന്റെ 2022 വന്ന ക്വസ്റ്റ്യൻസ്. ഇതിൽ എന്തെങ്കിലും ഒരു ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഡിസൈൻ എന്താണ്, ഒരു RS ഫ്ലിപ്പ് ഫ്ലോപ്പ്, സിൻക്രണസ് കൗണ്ടർ, സിൻക്രണസ് കൗണ്ടറിന്റെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ യൂസിങ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് റോം ആണല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാലോ. Let us check the 2021 question paper. Okay, അപ്പം ഇതിന്റെ അകത്ത് നോക്കിയാൽ 7th ക്വസ്റ്റ്യൻ എന്താ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. നിങ്ങൾ നോക്കിയേ, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ആ 4th മോഡ്യൂളിന്റെ അകത്ത് നിങ്ങൾ എന്തായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിന്റെ ഡിഫറൻഷിയേഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ടേബിളും എന്തായാലും അതിന്റെ സ്പെഷ്യാലിറ്റീസ് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ എഴുതാൻ പറ്റുമല്ലോ. പിന്നെ എക്സ്പ്ലെയിൻ ദ റേസ് അറൌണ്ട് പ്രോബ്ലം ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്. റേസ് അറൌണ്ട് എവിടെ വരുന്നത്, മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുന്ന കേസാണ് അല്ലെ. ആ ഒരു കണ്ടീഷൻ എന്താണ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഒരു വരുന്നത് അൽഗോരിതം. ഞാൻ പറഞ്ഞായിരുന്നു അൽഗോരിതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, പക്ഷെ ഇത് ഇടയ്ക്ക് മാത്രം ചോദിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ PLA ഇതെന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞാൽ ഇതിൽ എവിടെയെങ്കിലും വേറെ ട്വിസ്റ്റഡ് ചോദിക്കാൻ പറ്റും. വാട്ട് ഈസ് അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് അൽഗോരിതം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ളത് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ എന്തായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചത്, നമ്മുടെ അവിടെ ഡോൺ കെയർ കണ്ടീഷനും, സെക്കൻഡ് മോഡ്യൂളിലൊക്കെ നമ്മൾ നോക്കുക ഡോൺ കെയറും പൈ സിഗ്മ അങ്ങനെയുള്ളതൊക്കെ വെച്ച് കുറച്ചുകൂടി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ചോദിക്കാൻ പറ്റും അല്ലേ. ഇവിടെ നമുക്ക് അങ്ങനൊന്നും ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറോട് നമുക്കൊന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യൻ പേപ്പർ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നോക്കിക്കേ, ജസ്റ്റ് നോക്കിക്കേ, വാട്ട് ഈസ് ദ ഓക്കെ ദ 7th ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫ്രം ഇറ്റ്സ് എക്സൈറ്റേഷൻ ടേബിൾ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? 3 ക്വസ്റ്റ്യൻ പേപ്പറിലും 7th ക്വസ്റ്റ്യൻ എന്താണ്, ഒന്നെങ്കിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താ, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താ, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ.
ഓക്കെ. പിന്നെ സീക്വൻഷ്യൽ സർക്യൂട്ട് ഫ്രം എ കോമ്പിനേഷൻ സർക്യൂട്ട്, അതല്ലേ നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാര്യം. നമ്മുടെ കൗണ്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാര്യം എന്താ? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണ്? കോമ്പിനേഷൻ സർക്യൂട്ട് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ. പിന്നെ ഉള്ളത് എന്താ? 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടർ. ഇത് തന്നെയല്ലേ നമ്മുടെ മോഡ്യൂൾ പ്രിപ്പറേഷനിൽ, നമ്മുടെ മോഡ്യൂളിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ എന്തും ഒരു ചേഞ്ചസും ചോദിക്കാനില്ല, ട്വിസ്റ്റഡ് പ്രോബ്ലംസ് ആയിട്ടൊന്നും ചോദിക്കാനില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ റോം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പാർട്ട് എ. നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ചേഞ്ചസ് ഒന്നുമില്ല, ജനറൽ ആയിട്ട് അത് എന്താണ്. അപ്പൊ ഇവിടെ നമുക്ക് കൗണ്ടേഴ്സ് എന്താന്ന് പറയണം. എല്ലാ കൗണ്ടേഴ്സും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റിംഗ് എന്താ, ജോൺസൺ എന്താന്നുള്ള എല്ലാ കൗണ്ടേഴ്സും അറിഞ്ഞിരിക്കണം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല. ഓക്കെ, അത് മാത്രമേ നമുക്ക് ഇതിന്റെ അകത്ത് നോക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാർട്ട് ബി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിയാലോ. ഓക്കെ, പാർട്ട് ബി ക്വസ്റ്റ്യൻ ദാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നോക്കുവാണ്. പാർട്ട് ബി ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ നോക്കിയേ. റൈറ്റ് വിത്ത് എ സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ടോപ്പ്. ഓക്കെ, അത് എത്ര മാർക്കിനുള്ളതാ? 7 മാർക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അതും 7 മാർക്ക്. ഇത് രണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മോഡ്യൂൾ 4 നമുക്കിപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അത് 3 മാർക്സ് ആണെങ്കിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും അതിന്റെ എക്സൈറ്റേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. പിന്നെ പറയുന്നത് എന്തായിരുന്നു? ലോങ് ആൻസർ വരുവായിരുന്നെങ്കിൽ നമുക്ക് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പും അതുപോലെ തന്നെ രജിസ്റ്റേഴ്സും ആണല്ലോ. നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, എന്താ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ വേണ്ടതെന്നൊന്ന് നോക്കിയാലോ. ഒരു മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദാ ഈ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ ആദ്യം, എന്താണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് ആദ്യം പറയണം. നമ്മുടെ കോമ്പിനേഷൻ ഓഫ് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്താണ് നമ്മുടെ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഫസ്റ്റ് പറയണം. അതിന്റെ ഫിഗർ ആദ്യം വരയ്ക്കണം. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അല്ലെ. നിങ്ങൾക്ക് നോക്കിക്കേ, ഇതില് ഫസ്റ്റ് വൺ ഉണ്ട്. ഫസ്റ്റ് വണ്ണിന്റെ രണ്ടിലും ക്ലോക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ, ഒരെണ്ണത്തിൽ കൊടുക്കുന്ന ക്ലോക്കിന്റെ ഇൻവേഴ്സ് ആണ് അല്ലെ, ഒരു നോട്ട് വെച്ചിട്ടാണ് സെക്കൻഡിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ വർക്ക് ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് വൺ വർക്ക് ചെയ്തില്ല. അപ്പൊ ഫസ്റ്റ് വൺ മാസ്റ്ററും സെക്കൻഡ് വൺ സ്ലേവും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള. പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ ഔട്ട്പുട്ട് നമ്മൾ തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് മെയിൻ ആയിട്ട് നടക്കുന്നത്. അപ്പം ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മുടെ ഈ സർക്യൂട്ട് വരയ്ക്കണം. സർക്യൂട്ട് വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓപ്പറേഷൻ ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നുണ്ട്. J = 0, J = 0, K = 0. അപ്പൊ എന്ത് സംഭവിക്കും? J = 0, K = 1. എന്ത് സംഭവിക്കും? J = 1, K = 0. ഈ 4 കണ്ടീഷനും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു ട്രൂത്ത് ടേബിൾ ആയിട്ട് നിങ്ങൾ എഴുതണം. അതാണ് നമ്മുടെ 0 1 എന്ന് പറയുമ്പോൾ 0 അല്ലെ, റീസെറ്റ് ചെയ്തു. 1 0 എന്ന് പറയുമ്പോൾ 1 സെറ്റ് ചെയ്തു. ബാക്കി ഫസ്റ്റ് വണ്ണിൽ നോ ചേഞ്ച് ആണ്, പിന്നുള്ളത് ടോഗിൾ ആണ്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴാണ്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോഴാണ് നമ്മുടെ 7 മാർക്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഈ കംപ്ലീറ്റ് പോർഷനിൽ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യം ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് ഞാൻ അത് എന്ത് ചെയ്തു? ഒരു ട്രൂത്ത് ടേബിൾ ആക്കി മാറ്റി അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 7 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോ, ഈ ഓപ്പറേഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം, അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ, ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെയുള്ള അതിന്റെ ഓർ ക്വസ്റ്റ്യൻ അല്ല, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4-bit പാരലൽ ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെ. 4-bit പാരലൽ ഷിഫ്റ്റ് രജിസ്റ്റർ അത് ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. നമുക്ക് ഈ ഒരു സർക്യൂട്ടും വരയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതാണ് 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ നോക്കിക്കേ, എന്താ അതിന്റെ അകത്ത് വരുന്നത്? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതുപോലെ 4-bit രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ് അല്ലെ. അപ്പൊ ഇതിലൊന്നും നമ്മൾ പറഞ്ഞു, ഈ സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ പറഞ്ഞാലും അതിൽ ഒരു ചേഞ്ചസും ക്വസ്റ്റ്യൻസിൽ കോംപ്ലിക്കേഷൻസും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുത്താൻ ചാൻസ് ഇല്ല. എന്നല്ല, അതിൽ വരുത്താൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഇതിന്റെ അകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസൈൻ എ 4-bit ബൈനറി അസിൻക്രണസ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അസിൻക്രണസ് കൗണ്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കൗണ്ടറോ ഡൗൺ കൗണ്ടറോ ഏതെങ്കിലും ഒരെണ്ണം, അതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാമും ലോജിക് ഡയഗ്രാമും വരയ്ക്കണം ആണല്ലോ. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിസൈൻ എ സിൻക്രണസ് BCD കൗണ്ടർ. അതിന്റെ എക്സൈറ്റേഷൻ ടേബിളും സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാലോ. നോക്കിക്കേ, ഒരു 4-bit അസിൻക്രണസ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? ഉണ്ട്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യാം.
4-bit JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുക. ഓരോന്നും അസിൻക്രണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നമ്മൾ അടുത്തതിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഓർത്ത് വരയ്ക്കുക. 4-bit അപ്പ് കൗണ്ടറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ആ ക്ലോക്ക് യൂസ് ചെയ്തിട്ട് വേണ്ട എക്സ്പ്ലനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇത്രയും ഇതിപ്പം ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും നമ്മൾ ആ ക്ലോക്കും കൂടെ യൂസ് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്താലാണ് അതിന്റെ 7 മാർക്ക് വരുന്നത്. പിന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്തായിരുന്നു, നിങ്ങൾ തന്നെ നോക്കിക്കേ. BCD കൗണ്ടർ അല്ലെ, അതിന്റെ എക്സൈറ്റേഷൻ ടേബിൾ. BCD കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആ കൗണ്ടർ സർക്യൂട്ട് വരയ്ക്കുക. 4 വരച്ചതിന് ശേഷം അതിന്റെ ഔട്ട്പുട്ട്സ് എടുത്തിട്ട് നമ്മൾ ഒരു NAND ഗേറ്റിലേക്കാണ് കൊടുക്കുന്നത് അല്ലെ. അതാണ് നമ്മുടെ എന്തിലേക്ക് കൊടുക്കുന്നത്, റീസെറ്റിലേക്കുള്ളത് കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്പറേഷൻ ട്രൂത്ത് ടേബിൾ ആണ് നമ്മൾ മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ. ട്രൂത്ത് ടേബിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെയല്ലേ അവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗീവ് ദ എക്സൈറ്റേഷൻ ടേബിൾ ആൻഡ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് അത് വെച്ചിട്ട് വേണം തന്നെ നമ്മൾ അതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ ആണോ? ഇതാണ് മോഡ്യൂൾ 4ന്റെ പാർട്ട് ബി എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ മോഡ്യൂൾ 4ന്റെ മറ്റേ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. മോഡ്യൂൾ 4 3-bit ബൈനറി അസിൻക്രണസ് കൗണ്ടർ വിത്ത് ലോജിക് ഡയഗ്രാം ആൻഡ് ടൈമിംഗ് സീക്വൻസ്. നമ്മളിപ്പോ ഒരു അസിൻക്രണസ് കൗണ്ടർ തന്നെയാണ് വരച്ചത് അല്ലെ. അപ്പൊ അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഇവിടെ 3-bit ആണുള്ളത്. അപ്പൊ 3-bit അസിൻക്രണസ് കൗണ്ടർ വിത്ത് ലോജിക് ഡയഗ്രാം ടൈമിംഗ് സീക്വൻസ്. അതുപോലെ തന്നെ അസിൻക്രണസ് BCD കൗണ്ടർ. ചേഞ്ച് ഉണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തന്നെ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അത്രയും മാത്രം നിങ്ങൾ ആലോചിക്കുക. ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒരു കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കുക. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾ 3 മാർക്സിന് പഠിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ വന്നിരിക്കുന്നത്. നോക്കിക്കേ, എന്തൊക്കെയായിരുന്നു? SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുപോലെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസ്റ്റർ സ്ലേവ് വിത്ത് എക്സൈറ്റേഷനും ക്യാരക്ടറിസ്റ്റിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, എക്സ്പ്ലെയിൻ ദ എഡ്ജ് ട്രിഗർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണല്ലോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഉള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ 3 മാർക്സിന് പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ നമ്മുടെ ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, JK ഉണ്ട്, മാസ്റ്റർ സ്ലീവ്. അപ്പൊ നമ്മുടെ ആ 3 മാർക്സ് തന്നെ നമുക്ക് അതൊരു 12 മാർക്കായിട്ട് കിട്ടത്തില്ല. കണ്ടോ, 12 മാർക്കും 2 മാർക്കും ആയിട്ടാ. എന്ത് എളുപ്പമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത് നോക്കിയേ. ഇത് 2021 വന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അടുത്ത 2020 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് മോഡ്യൂൾ 4. നോക്കിക്കേ, റൈറ്റ് എ ലോജിക് ഡയഗ്രാം വിത്ത് എ ലോജിക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ മാസ്റ്റർ സ്ലേവ് വിച്ച് ഓവർകം റേസ് അറൗണ്ട്. ഇതല്ലേ നമ്മൾ റേസ് അറൗണ്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു, മാസ്റ്റർ സ്ലേവ് എന്താണെന്ന് പഠിച്ചിരുന്നു. അപ്പൊ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇതേപ്പോൾ 7 മാർക്കിനുള്ളതാണ്. രണ്ടാമത് എന്താ, 2-bit സിൻക്രണസ് കൗണ്ടർ. നമ്മളിപ്പോ ഒരു അസിൻക്രണസ് ആണ് പറഞ്ഞത്. അതും എത്ര സിമ്പിൾ ആയിട്ടാന്ന് നോക്കിയാൽ 2 ബിറ്റ് മതി, ഹയർ ബിറ്റ് ഒന്നും വേണ്ട. പിന്നെ ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം ആൻഡ് ലോജിക് ഡയഗ്രാം ഓഫ് BCD റിപ്പിൾ കൗണ്ടർ. നമ്മൾ BCD കൗണ്ടർ പഠിച്ചു, BCD റിപ്പിൾ കൗണ്ടർ നോക്കണം. 3-bit അസിൻക്രണസ് അപ്പ് ഡൗൺ കൗണ്ടർ. നമ്മൾ ഇത്രയും നേരം അപ്പ് ഡൗൺ കൗണ്ടർ പഠിച്ചിട്ടില്ലായിരുന്നു. ഒന്നെങ്കിൽ അപ്പ് കൗണ്ടർ മിക്കവാറും നമ്മൾ എഴുതിയിരുന്നു അല്ലെ, അപ്പ് ഡൗൺ കൗണ്ടർ. അപ്പൊ ഇത് രണ്ടും, അപ്പൊ അതും നമ്മുടെ മോഡ്യൂളിൽ ഉള്ളത് തന്നെയാണ് അല്ലെ. നമ്മുടെ അതിൻ്റെ അകത്തുള്ള ഒരു കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മോഡ്യൂൾ 4 വന്നത് ആണല്ലോ. എന്നാൽ നമുക്ക് ഇനിയുള്ള മോഡ്യൂൾ 5ന്റെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ് പേപ്പർ നോക്കിയാലോ. മോഡ്യൂൾ 5 വന്ന ഫസ്റ്റ് ക്വസ്റ്റ് പേപ്പർ എന്തായിരുന്നു? ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് PLA വിത്ത് ദ ബ്ലോക്ക് ഡയഗ്രാം ആണല്ലോ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് PLA വിത്ത് ദ ബ്ലോക്ക് ഡയഗ്രാം. നോക്കിക്കേ, നമ്മുടെ PLA എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രോഗ്രാമബിൾ ലോജിക് അറേ അല്ലെ. പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്നുള്ള ഹെഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താണ് PLA എന്ന് പറയണം. ഒരു ഫിക്സഡ് ആർക്കിടെക്ചറുള്ള ലോജിക് ഡിവൈസ് ആണ്. അതിന്റെ അകത്ത് പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും കൂടെ ഉള്ളതാണെന്ന് പറയണം. അതിന്റെ ഡീറ്റെയിൽസ് അല്ലെ, അതിന്റെ കമ്പാരിസൺസ് നമ്മൾ മസ്റ്റ് ആയിട്ട് എഴുതണം. എന്തൊക്കെയുണ്ട് എന്നുള്ളത് എഴുതണം. പിന്നെ അതിന്റെ ഒരു ട്രൂത്ത് ടേബിൾ പോലെ പ്രൊവൈഡ് ചെയ്ത് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാമും നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? PLA എന്നൊക്കെ പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറയുന്ന സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒന്നും വരാനില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കുക. മാർക്ക് അനുസരിച്ച് നിങ്ങൾ അത് എഴുതുക. ഓക്കെ ആണോ? രണ്ടാമത് വന്നിരിക്കുന്നത് എന്താണ്? ഇലിസ്ട്രേറ്റ് ദ അൽഗോരിതം ഓഫ് അഡീഷൻ ഓഫ് 2's കോംപ്ലിമെന്റ് നമ്പർ. അതിന്റെ അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് അത് അൽഗോരിതം കൊടുത്തിട്ടില്ല. അപ്പൊ അൽഗോരിതം എന്നുള്ളത് 2's കോംപ്ലിമെന്റ് നമ്പേഴ്സിന്റെ അൽഗോരിതം അല്ലെ. അപ്പൊ ലാസ്റ്റ് ചാർട്ട് വെച്ചിട്ടുള്ള ആ അൽഗോരിതം കൂടെ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മുടെ 7 മാർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ള എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയാൽ ഡിസൈൻ എ 4-bit ജോൺസൺ കൗണ്ടർ ആൻഡ് ഷോ ഇറ്റ്സ് ടൈമിംഗ് സീക്വൻസ് അല്ലെ. 4-bit ജോൺസൺ കൗണ്ടർ, നമ്മൾ റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും ഉള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ജോൺസൺ കൗണ്ടർ ഇസ് സിമിലർ ടു റിംഗ് കൗണ്ടർ. എന്താണ് റിംഗ് കൗണ്ടർ എന്താ, ജോൺസൺ കൗണ്ടർ എന്താ എന്നുള്ളത് പഠിച്ചിരിക്കണം. കാരണം നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരേ ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് നോക്കിയതിന് ശേഷം നമുക്ക് എന്താ, അതിന്റെ സ്റ്റേറ്റ്സ്, പല പല സ്റ്റേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. അതുപോലെ തന്നെ ജോൺസൺ കൗണ്ടറിന്റെ ട്രൂത്ത് ടേബിൾ,
ആ ട്രൂത്ത് ടേബിളിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്താൽ തന്നെ നമുക്കിപ്പം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിലത്തെ കാര്യം പറഞ്ഞ മാർക്ക് അനുസരിച്ച് നമുക്ക് അത് ഇൻക്രീസ് ചെയ്യാം. കണ്ടോ, ഇവിടെ നമുക്ക് ഓരോ പോയിന്റ്സും കൊടുക്കുവാണെങ്കിൽ ടൈമിംഗ് ഡയഗ്രാം കൂടെ വരയ്ക്കുവാണെങ്കിൽ നമുക്കത് മാർക്ക് അനുസരിച്ച് ഇടാം. ഇവിടെ 8 മാർക്ക്, അപ്പൊ അതനുസരിച്ച് നമുക്ക് അത് എക്സ്പ്ലനേഷൻ കൂട്ടാം. ഓക്കെ, ഇപ്പൊ കുറച്ച് മാർക്കിനുള്ളതാണ് ജസ്റ്റ് ടേബിൾ മാത്രം എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ആ ടേബിളിന്റെ എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കാം. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ അൽഗോരിതം കൂടെ ക്രിയേറ്റ് ചെയ്യാൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷന്റെ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളല്ലേ. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്താണെന്നും അതിന്റെ അൽഗോരിതം കൂടെ നോക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് മോഡ്യൂൾ 4 മോഡ്യൂൾ 5 വരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മുടെ മോഡ്യൂൾ 5 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഡിസ്കസ് ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ്? എക്സ്പ്ലെയിൻ എ റിംഗ് കൗണ്ടർ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനെ കണ്ടു, ജോൺസൺ കൗണ്ടർ. ഇവിടെ നമുക്ക് എന്താ? റിംഗ് കൗണ്ടർ. അതുപോലെ തന്നെ സീർലിൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ, അപ്പം ഇതുപോലെ അൽഗോരിതം PLA. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മറ്റേ മോഡ്യൂളിൽ നിന്ന്, മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്? അതിന്റെ അകത്ത് ജോൺസൺ വന്നു, ഇവിടെ റിംഗ് കൗണ്ടർ വന്നു, ഇവിടെ സീർലിൻ വന്നു, അതുപോലെ അൽഗോരിതം അവിടെ 2's കോംപ്ലിമെന്റ്, ഇവിടെ BCD നമ്പേഴ്സിന്റെ PLA സെയിം തന്നെ അല്ലെ? അപ്പൊ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ, അവിടെ നോക്കിക്കേ 3 സ്റ്റേജ് ജോൺസൺ കൗണ്ടർ. കണ്ടോ, ജോൺസൺ കൗണ്ടർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 3-bit ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്നുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അൽഗോരിതം അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ഇതിൽ ഒരു വ്യത്യാസം വരാനില്ല. കണ്ടോ, ഇവിടെ മാത്രമേ അൽഗോരിതത്തിന് 2 ക്വസ്റ്റ്യൻ വന്നു, പക്ഷെ അങ്ങനെ ചോദിക്കില്ല കേട്ടോ. PLA തന്നെ ആയിരിക്കും വരുന്നത്. അതിന്റെ എന്ത് ക്വസ്റ്റ്യൻ? ഒരു മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഞാൻ മൂന്ന് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പൊ അതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന 3 വെച്ചിട്ട് നമ്മുടെ ലോജിക് സിസ്റ്റം ഡിസൈൻ CST 203 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിനുള്ളതിൽ ഒരു കമ്പാരിസൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് മോഡ്യൂളിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട എന്താ? ഈ കൺവേർഷൻ, ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ എന്നുള്ള ഈ കൺവേർഷൻസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. അവിടെ ഇച്ചിരി നമുക്ക് ട്വിസ്റ്റഡ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ എത്ര ട്വിസ്റ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, എറർ ഡിറ്റക്ഷൻ, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. സെക്കൻഡ് മോഡ്യൂളിൽ മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് K-മാപ്പ് അല്ലെ? K-മാപ്പ് ഉണ്ട്, പിന്നെ ബൂളിയൻ ആൾജിബ്ര ഫംഗ്ഷൻസും ഉണ്ട്. അപ്പം ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ, നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് യൂസ് ചെയ്ത്, ഇത് നമുക്ക് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് എന്താ? മോഡ്യൂൾ 3 എന്ന് പറയുന്നത് 4ഉം 5ഉം. അവിടെ ഒരു ട്വിസ്റ്റും ചോദിക്കാൻ ചാൻസ് ഇല്ല. നമുക്കറിയാം ഇവിടെ നമുക്ക് പാരലൽ ആഡർ, ക്യാരി ലുക്ക്അഹെഡ് ആഡർ, മക്സ്, ഡിമക്സ്, ഈ എല്ലാം എന്ന് പറഞ്ഞാൽ ഓരോരോ വാല്യൂ, ഓരോരോ ജനറൽ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട്. അതിലൊരു മാറ്റം നമുക്ക് വരുത്താനില്ല. അതുപോലെ തന്നെ സീക്വൻഷ്യൽ സർക്യൂട്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, കൗണ്ടേഴ്സ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ എന്താ? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ അരിത്മാറ്റിക് അൽഗോരിതം. ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ 3 2's കോംപ്ലിമെന്റ് വരും, അഡീഷനും BCD, ഇത്രയും മാത്രമേ വരാനുള്ളൂ. പ്രോഗ്രാം ലോജിക് എന്ന് പറഞ്ഞാൽ മിക്കവാറും തന്നെ PLA ഇത് തന്നെയാണ് വരാനുള്ളത്. അപ്പൊ നമ്മുടെ ഒരു അനാലിസിസ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനാലിസിസിന്റെ 3 വീഡിയോസും നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നെ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നിങ്ങളുടെ യൂട്യൂബിലാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ഇടുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. ഇതിൽ യൂസ് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഉറപ്പായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക് യു.